ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള ടേസ്റ്റുകളാട്ടോ. ഇഞ്ചിയുടെ ചവർപ്പ്, പിന്നെ പച്ചമുളകിന്റെ എരിവ്, പിന്നെ വാളംപുളിയുടെ പുളി, പിന്നെ ശർക്കര, എല്ലാനും ഉപ്പ് എല്ലാനും കറക്റ്റ് അളവിൽ ചേർന്നാലാണ് ശരിയായ ഇഞ്ചിക്കറിയുടെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും ഗ്രാമും ടേബിൾ സ്പൂൺ ഇഞ്ചളവ് എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് ആ ഒരു അളവിൽ തന്നെ ചേർക്കാം. പുളി, ഉപ്പ്, മധുരമൊക്കെ വരണോണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, അറിയാവുന്നവരുണ്ടാവും. പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇഞ്ചി കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഇഞ്ചളവ് പറയാന്നുണ്ടെങ്കിൽ 15-20 ഇഞ്ചിയൊക്കെ വരും. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 12-15 എണ്ണമൊക്കെ ആവാം. എരിവില്ലാത്ത പച്ചമുളകാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം, അല്ലെങ്കിൽ മുളക് പൊടി ഇടുമ്പോൾ കൂടുതൽ ഇടാട്ടോ. മിക്കവരും ഇതിലേക്ക് ചുവന്നുള്ളി നന്നാക്കി ഇടാറുണ്ട് കേട്ടോ. ഒരു 6 ചുവന്നുള്ളിയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇഞ്ചിയുടെ ചാർപ്പും പച്ചമുളകിന്റെ എരിവൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നണോ അതിടുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം നിങ്ങൾ ആ ചുവന്നുള്ളി ഇടാതെ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ പാകത്തിന് ചേർന്നാലാണ് പുളിയിഞ്ചിയുടെ അല്ലെങ്കിൽ ഇഞ്ചി കറിയുടെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടി പോയാലും കുറഞ്ഞു പോയാലും ആ ടേസ്റ്റ് കിട്ടില്ല. കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാം. ഇഞ്ചി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞെടുത്ത അരി തന്നെ തീരെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്ത ശേഷം ഡയറക്റ്റ് എണ്ണയിലിട്ട് വറക്കാം. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പശപശപ്പൊക്കെ കയ്യിലിരിക്കണ കാരണം പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് മിക്സിയുടെ ജാറിലിടാൻ പറ്റുന്ന ഒരു വലുപ്പത്തിൽ ഇച്ചിരി വലുതാക്കി തന്നെ കട്ട് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം അതിന്റെ വെള്ളം ഊറ്റിയെടുക്കുക. വെള്ളം നമുക്ക് കളയാനുള്ളതല്ല കേട്ടോ, ആ വെള്ളം യൂസ് ചെയ്യുന്നതാണ്. വെള്ളം ഊറ്റിയെടുത്ത ശേഷം അതിന്റെ മറ്റേ അരച്ചെടുത്ത കയമ്പ് മാത്രം എടുത്താണ് നമ്മൾ വയറ്റെടുക്കുന്നത് കേട്ടോ. ഈ ഒരു വെള്ളം നമുക്ക് അവിടെ അനക്കാതെ മാറ്റി വെക്കാം കേട്ടോ. അതിന്റെ തെളിയാണ് നമ്മൾ ഊറ്റി വയ്ക്കുന്നത്. നീര് പിഴിഞ്ഞെടുത്ത ശേഷമുള്ള ഈ ഒരു കയമ്പുണ്ടല്ലോ, അതാട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചു വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വാളംപുളി ആട്ടോ. അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു വാളംപുളി വേണം. ഇത് 70 ഗ്രാം ഉണ്ട്. മറ്റേ നെല്ലിക്ക, ഒരു വലിയ നെല്ലിക്കയുടെ ഒക്കെ വലുപ്പത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ചൂടായ ശേഷം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തീർന്ന ശേഷം ഇതിലേക്ക് 3 ഇതള് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടെടുത്ത ശേഷം കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അല്ലാതെ പുകയാന്നുണ്ടെങ്കിൽ മാത്രം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ. ഇത് നന്നായിട്ട് വയന്ന് ഒരു ക്രിസ്പിനെസ് ഒക്കെ ആവാനായിട്ട്. ഇഞ്ചി നമ്മൾ ചതച്ച് പിഴിഞ്ഞെടുത്ത് ഇട്ടാരണം കണ്ടോട്ടും ഒട്ടി പിടിക്കണില്ല. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, ആയി വരണേ ഉള്ളൂ. ഞാൻ ഈ ഒരു സമയത്ത് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഉപ്പ് എനിക്ക് തികഞ്ഞില്ലായിരുന്നു കേട്ടോ. ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഞാൻ ഇതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവണമെന്നില്ല. പുളിയാണോ കുറവ്, ഉപ്പാണോ കുറവ്, എല്ലാനും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയന്റും പ്രത്യേക ടേസ്റ്റ് ഉള്ളതാണ്. ഓരോന്നിൻ്റെതായ ടേസ്റ്റ് ആണ്. എന്നാൽ കടുപ്പമുള്ള ടേസ്റ്റ് ആണ്. എരിവാണെങ്കിലും ചവർപ്പാണെങ്കിലും പുളിയാണെങ്കിലും ഉപ്പാണെങ്കിലും പിന്നെ മധുരമാണെങ്കിലും എല്ലാനും. അപ്പോൾ പലർക്കും അതിന്റെ ടേസ്റ്റ് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ അളവിൽ തന്നെ എല്ലാനും ചേർക്കാം കേട്ടോ. 6-7 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇഞ്ചി നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത്രയും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറണവര് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. സാധാ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല, എരിവ് അധികം ആവില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വാളംപുളി ചേർക്കുന്നുണ്ട്. ആ പുളി ചേർക്കുന്ന സമയത്ത് എരിവൊക്കെ നന്നായിട്ട് പറയും കേട്ടോ. നമ്മൾ കുതിർത്താനായിട്ട് വെച്ച വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളി അതിലേക്ക് ഇടണ്ട കേട്ടോ, കടിക്കും. പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. പുളി പിഴിഞ്ഞെടുത്തതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ പുളി വേണം. ഈ പുളി കുറവായിരുന്നു കേട്ടോ. പുളി കുറവായതുകൊണ്ട് ലാസ്റ്റ് ആകുമ്പോൾ 1 ടീസ്പൂണോളം പുളി പിന്നീട് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഞാൻ 70 ഗ്രാമാണ് എടുത്തത്. നിങ്ങൾ ഒരു 80 ഗ്രാമെങ്കിലും എടുക്കുക. പുളി പിഴിഞ്ഞ് ഒഴിച്ചെടുത്ത ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഇഞ്ചി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ തെളി മാത്രം ഒഴിച്ചാൽ മതി. അടിഭാഗം കണ്ടോ വെളുത്ത് ഒരു പശ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്, അത് ഒഴിക്കണ്ട കേട്ടോ. പുളിവെള്ളത്തിനായിട്ടും പിന്നെ ഇഞ്ചി പിഴിഞ്ഞ് വയ്ക്കുന്ന സമയത്തായിട്ട് നമ്മൾ 1 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് കംപ്ലീറ്റ് ഉണ്ടാവില്ല, 1/4 കപ്പ് 1 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു 70 ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കര എന്നുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇതിന് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് എടുക്കും കേട്ടോ. തിളച്ച് വറ്റി നല്ല പാകമായി വരാൻ. ഇതിന്റെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിരിക്കും. റെഡ് ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പൊ പൊടിയൊക്കെ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. പൊടിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത് പോവും.
അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. അപ്പോൾ പുക എടുക്കാതെ ഒറ്റപ്പിടിക്കാന്നൊക്കെ തോന്നാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അങ്ങനെ നന്നായിട്ട് കുറുകി വരണം കേട്ടോ. ഇത് നമ്മൾ തൊട്ട് കൂട്ടുന്ന ഒരു സംഭവമാണ്. അച്ചാറൊക്കെ മാതിരി അച്ചാറിൻ്റെ അത്രയും കൂടി നമ്മൾ എടുക്കൂല, ജസ്റ്റ് ഒന്ന് തൊട്ട് കൂട്ടി ചോറും കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതേമാതിരി വറ്റി വരണം. ഇപ്പം എനിക്ക് ഇച്ചിരി പുളി കുറവ് തോന്നിയ കാരണം ഇച്ചിരി കൂടി പുളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണോളം. ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടിച്ചു വെച്ച് പിറ്റേന്നാകുമ്പോൾ ഒരു ടൈറ്റ് കണ്ടെയ്നറിലെങ്ങാനും മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഇത് കേടുകൂടാതിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കുന്ന മാതിരി ഇരിക്കും. നമ്മുടെ കൈ വച്ചും വെള്ളമൊന്നും തൊടാതെ സൂക്ഷിക്കുക. 1 മാസം 2 മാസമൊക്കെ എങ്ങനെയും ഇരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റെസിപ്പി ആട്ടോ. ഒത്തിരി എരിവോ പൊടിയോ ഒന്നും ഇല്ല, അതെല്ലാം നല്ല പെർഫെക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിട്ട് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കറക്റ്റ് അളവ് ഗ്രാമിലും അല്ലാതെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചാനലിൽ ആദ്യമായിട്ട് വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി 1-2 ഒക്കെ വെച്ച് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഓൾ.